ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന പോരാട്ടമാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നടക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ദേശീയ മാധ്യമങ്ങളടക്കം തമ്പടിച്ച പ്രചാരണത്തിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി വിലയിരുത്തുന്ന സാഹചര്യമാണ് വയനാട്ടിൽ. അവസാന ലാപ്പിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുന്നത് എന്ന് വ്യക്തമാക്കി CPI സ്ഥാനാർത്ഥി ആനി രാജ ന്യൂസ് 18നോട് ഒപ്പം ചേരുന്നു. എങ്ങനെയുണ്ട് ഈ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം? ഞാൻ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാണ്. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായ ഞാൻ മാർച്ച് 1-ാം തീയതി മുതൽ ഇവിടെ ഈ മണ്ഡലത്തിൽ ജനങ്ങളോടൊപ്പമുണ്ട്. ഈ മണ്ഡലത്തിലെ ജനങ്ങൾ ഓരോ ദിവസവും ഇന്ന് രാവിലെ തുടങ്ങിയാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും രാവിലെ ഉണ്ടായതിനേക്കാൾ 10 മടങ്ങ് ആവേശത്തിലാണ് ജനങ്ങൾ എന്നെ സ്വീകരിക്കുന്നത്. വലിയ ആവേശം നിറഞ്ഞ പ്രചാരണമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതിന് നിങ്ങൾക്ക് കാണാം. അത് എന്നോടൊപ്പം കുറച്ച് സമയം സഞ്ചരിച്ചാൽ നിങ്ങൾക്കത് കാണാവുന്നതാണ്. വലിയ പ്രതീക്ഷയില്ല. BJP പ്രധാനമായി ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം ഡൽഹിയിൽ താങ്കളുടെ ഭർത്താവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുകയും ഇവിടെ നിങ്ങൾ മത്സരിക്കുകയും ചെയ്യുന്നതിലെ വൈരുദ്ധ്യം അത് ഒരു പുകമറയാണ് എന്ന ആക്ഷേപമാണ് BJP ഉന്നയിക്കുന്നത്. അല്ല, അത് മനസ്സിലായില്ല. എന്താ പറഞ്ഞ അതായത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകണമെന്ന് താങ്കളുടെ ഭർത്താവ് ഡൽഹിയിൽ ആവശ്യപ്പെടുന്നു, താങ്കൾ വയനാട്ടിൽ മത്സരിക്കുന്നു, അതൊരു നാടകമാണ് എന്ന ആക്ഷേപമാണ് BJP ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അത് എൻ്റെ കുടുംബം കൊന്നക്കാമണ്ണിൽ, എൻ്റെ വീട്ടുപേര് കൊന്നക്കാമണ്ണിൽ നിന്നാണ്. എൻ്റെ കൊന്നക്കാമണ്ണിൽ നിന്നോ അതല്ലെങ്കിൽ ദൊരൈസ്വാമി, എൻ്റെ ഭർത്താവിൻ്റെ കുടുംബമാണ് ദൊരൈസ്വാമി കുടുംബം. അവരുടെയോ വീട്ടുകാര്യമല്ല, ഇത് രാജ്യത്തിൻ്റെ കാര്യമാണ്, രാജ്യത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയുടെ കാര്യമാണ്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഭാര്യയോ ഭർത്താവൊന്നോ ഇല്ല. ഇതിൻ്റെ അകത്ത് 2 സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയാണ്. ആ സ്ഥാനാർത്ഥികൾ 3 സ്ഥാനാർത്ഥികളുണ്ട് ഇവിടെ. അവർക്കൊന്നും എല്ലാവർക്കും ഭാര്യയുള്ളവരുണ്ടാകാം, ഭർത്താവുള്ളവരുണ്ടാകാം, അവരൊന്നും ഇല്ലാത്തുണ്ടാകാം, ബാച്ചിലേഴ്സ് ഉണ്ടാവാം. അതല്ല, ഇതിവിടെ ഒരു രാഷ്ട്രീയമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ 10 വർഷക്കാലം ഭരിച്ചിട്ട് ഈ പ്രധാനമന്ത്രി ഇന്ന് നീല വെള്ളത്തിൽ വീണ കുറുക്കനെ പോലെ മഴ പെയ്തപ്പോൾ അങ്ങ് എല്ലാം വെളിയിൽ വന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തീവെട്ടിക്കൊള്ള നടത്തിയ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് ലോകം മുഴുവൻ ഇന്ന് അറിഞ്ഞിരിക്കുകയാണ്. കറപ്ഷൻ, അഴിമതിക്ക് ഒരു നിയമത്തിന്റെ കുപ്പായമായ ഇലക്ട്രൽ ബോണ്ട് എന്ന കുപ്പായം പിടിപ്പിച്ചുകൊണ്ട് കറപ്ഷൻ നടത്തി ഈ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവനും കോർപ്പറേറ്റുകൾക്ക് എഴുതി കൊടുത്ത് അവർക്ക് വേണ്ടി ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയാണ്. അവർക്ക് ഇവിടെ വേറെ ഒന്നും ജനങ്ങളോട് പറയാനില്ലാത്തത് കൊണ്ടാണ് ഈ വിഷയം എടുത്ത് ഒരു രാഷ്ട്രീയമല്ലാത്തൊരു വിഷയം ജനങ്ങളുടെ ശ്രദ്ധ ഇതിലേക്ക് തിരിച്ചുവിടാമെന്നുള്ള ഒരു വ്യാമോഹത്തിലാണ്. ഇവിടെ ഞങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഈ രാജ്യത്തെ സംഘപരിവാർ ഫാസിസത്തെ പരാജയപ്പെടുത്തുക എന്നുള്ള രാഷ്ട്രീയമാണ്. ഈ മണ്ഡലത്തിൽ വിഷയമുണ്ട്. അത് ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ വിഷയങ്ങൾ, വികസന വിഷയങ്ങൾ, പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്ന് പറഞ്ഞ് ജയിച്ചു പോയ ആൾ പോലും ഇവിടെ പരിഹരിക്കാതെ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഈ മണ്ഡലത്തിന്റെ സുപ്രധാനമായ പല വിഷയങ്ങളും, വികസന വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. അതൊക്കെയാണ് ഇവിടെ വിഷയം. ഇവിടെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് 5 ലക്ഷമായി ഭൂരിപക്ഷം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് അവർ നടത്തുന്നത്, 4,30,000 നിന്ന്. അപ്പോൾ അത്തരത്തിൽ വലിയൊരു പ്രചാരണത്തിനായി ദേശീയ നേതാക്കൾ വരെ, കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ വരെ വയനാട്ടിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ഈ ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിനെ ദോഷകരമായി ബാധിക്കുമെന്ന് കരുതുന്നുണ്ടോ? അല്ല, ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിനെ എന്ന് പറഞ്ഞാൽ ആദ്യം ഈ ഭൂരിപക്ഷത്തെ കുറിച്ച് പറയട്ടെ. ഇതിലേറെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അമേഠിയിൽ. അമേഠിയിൽ നിന്ന് എന്തുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് കോൺഗ്രസ് ആദ്യം പറയണം. അത് മാത്രമല്ല, കോൺഗ്രസ് ഈ മണ്ഡലത്തിലെ വോട്ടർമാർ വെറും ഫൂൾസ് ആയിട്ടാണ് കാണുന്നത്. They are taking the people of this constituency taken for granted എന്ന് പറയല്ലേ. ഒരു വിധത്തിൽ ഇവർക്കൊന്നും ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഇപ്പൊ കണ്ടു ഒരു 8 മീറ്റർ റോഡ് പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജനയുടെ കീഴിൽ വന്നാണ്. അതിന് വലിയ പത്രസമ്മേളനം നടത്തി രാഹുൽ ഗാന്ധിക്ക് ക്രെഡിറ്റ് കൊടുത്തു. 4 വർഷമായി ആ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. 2 ഭാഗത്തുമുള്ള ജനങ്ങളാണ് ഇപ്പൊ എന്നെ വന്ന് കണ്ടത്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് എന്നോട് പറയണമെങ്കിൽ രാഹുൽ ഗാന്ധി ഇവിടെ എന്ത് ചെയ്തു അത് ഈ ജനങ്ങൾ ഇവിടെ വിഡ്ഢികളാണ്. അവർക്കൊന്നും ചെയ്തു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇവരെല്ലാം ഇങ്ങനെ വോട്ട് ചെയ്തോളൂ അടിയാളന്മാരായി എന്ന് കരുതുന്ന കോൺഗ്രസിന് തീർച്ചയായിട്ടും ഈ മണ്ഡലത്തിലെ ജനങ്ങൾ മറുപടി കൊടുക്കും. അതോടൊപ്പം തന്നെ അവസാനമായി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി, ഈ മത്സരം ഇങ്ങനെ പുരോഗമിക്കുന്നതിനിടയിൽ കെ സുരേന്ദ്രൻ നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകൾ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. ഈ ന്യൂനപക്ഷങ്ങളോട് ഒരു കടുത്ത വിയോജിപ്പ് അല്ലെങ്കിൽ വർഗീയ പ്രവണതകൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഇടതുപക്ഷമാണ്, വർഗീയമായ പരാമർശങ്ങൾ നടത്തുന്നതെന്ന ആക്ഷേപമാണ് കെ സുരേന്ദ്രൻ മുമ്പോട്ട് വെക്കുന്നത്. അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ? വർഗീയത കളിച്ചുകൊണ്ട് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയം ഇവിടെ കൊണ്ടുവന്നുകൊണ്ട്
ഈ രാജ്യത്തിന്റെ പൗരത്വം പോലും മതാടിസ്ഥാനത്തിലാക്കിക്കൊണ്ട് ഇവിടെ ഭരണം നിലനിർത്താൻ ശ്രമിക്കുന്നത് ഇടതുപക്ഷമല്ല. ഇവിടെ വർഗീയത കളിച്ചുകൊണ്ട് ഇവിടെ 10 വോട്ടോ 2 സീറ്റോ നേടേണ്ട ഗതികേടിലല്ല ഇടതുപക്ഷമുള്ളത്. ആ ഗതികേടുള്ളത് UDF-നും അതുപോലെ തന്നെ BJP-ക്കുമാണ്. സുരേന്ദ്രൻ അത് പറയാം. സുരേന്ദ്രൻ പറയട്ടെ, രാജാവ് ദഗ്ധനാണ് എന്ന് കൊച്ചുകുട്ടി പണ്ട് വിളിച്ചു പറഞ്ഞതുപോലെ ഈ രാജ്യത്തെ കൊച്ചുകുട്ടികൾക്ക് പോലും ഇന്നറിയാം ഏറ്റവും വലിയ കറപ്റ്റായിട്ടുള്ള പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി. പാർട്ടി വിത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞല്ലേ വന്നത് BJP. ആ ഡിഫറൻസ് ആണ് ഇപ്പൊ കാണുന്നത്. ഈ കറപ്ഷൻ അഴിമതിക്ക് നിയമത്തിന്റെ കുപ്പായം ഇട്ടുകൊണ്ട് ഇഷ്ടംപോലെ ഈ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവനും വിറ്റ് കോർപ്പറേറ്റുകൾക്ക് വിറ്റ് അഴിമതി നടത്തിയ പ്രധാനമന്ത്രിയാണ്. അതിനെക്കുറിച്ചാണ് സുരേന്ദ്രൻ പറയേണ്ടത്. എന്തായാലും ഈ വലിയ തിരക്കിനിടയിൽ തങ്ങളുടെ പ്രതികരണത്തിന് നന്ദി, എല്ലാ ആശംസകളും. താങ്ക് യു. എന്തായാലും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ അതിശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആനി രാജയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന ഗ്രാമീണ മേഖലകളിലേക്കടക്കം നേരിട്ട് എത്തി അവരുടെ പ്രശ്നങ്ങൾ നേരിൽ കണ്ട് മനസ്സിലാക്കി അവരുടെ പ്രതിനിധിയായി ലോക്സഭയിലേക്ക് തന്നെ തിരഞ്ഞെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ആനി രാജയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ അവസാന ലാപ്പിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ ബിപിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, News 18.